സുരേഷ് ഗോപി പറ്റിച്ചിട്ട് പോയ ഒരു കുടുംബമാണ്. സുരേഷ് ഗോപി മാത്രമല്ല, റവന്യൂ മന്ത്രി രാജനും പറ്റിച്ചിട്ട് പോയ ഒരു കുടുംബമാണ്. കാരണം സുരേഷ് ഗോപി വോട്ട് ചോദിക്കാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞാണ് ഇവർക്ക് വീട് വെച്ച് കൊടുക്കാൻ. ഇവർക്ക് വീടില്ല, ഈ കുടുംബത്തിന് വീടില്ല, വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിച്ച് വോട്ട് മേടിച്ചോണ്ട് പോയി. പുള്ളിയുടെ ഫോട്ടോ വരെ എടുത്തോണ്ട് പോയി, പിയുടെ നമ്പരും കൊടുത്ത്. പിന്നെ പിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ചേട്ടന് കാല് വയ്യാത്തയാണ്, ലോട്ടറി കച്ചവടമാണ്. ഇപ്പൊ ഇവർ പെരുവഴിയിലാണ്. കാരണം 2 പിള്ളേരുണ്ട്, ഇവർ പഠിക്കുന്നുണ്ട്, ഇവരുടെ ഫേസ് നമ്മൾ കാണിക്കുന്നില്ല. സുരേഷ് ഗോപി ഭയങ്കര മോശമാണ്. അതേ കണക്ക് മന്ത്രി രാജൻ എന്തോ പറഞ്ഞേ, ഞാൻ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട് ഉറപ്പാണ്. മന്ത്രി രാജനും സുരേഷ് ഗോപിയുടെ പറ്റിച്ചാണ്. ഇത് സത്യം പറയുന്നത് വെറും തെണ്ടിത്തര കാണിച്ചത്. അത് എന്റെ അമ്മയെ കെട്ടിപ്പിടിച്ചിരുന്നിട്ടാണ് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് വെച്ച് തരാമെന്ന്. ചേട്ടൻ ഇപ്പം ലോട്ടറി കച്ചവടം വണ്ടിക്ക് കേട് വന്ന കാരണം എന്നാക്കും കാശ് ഇല്ലാത്ത വോട്ട് ചോദിച്ച് ഇവിടെ വന്ന് തെണ്ടി വോട്ട് ചോദിച്ച് വോട്ട് മേടിച്ചോണ്ട് പോയി. ഇത് സുരേഷ് ഗോപി കാണുവാണെങ്കിൽ ദയവ് ഇത് വളരെ നാണക്കേടാണ്. അല്ലെങ്കിൽ മന്ത്രി രാജൻ കാണുവാണെങ്കിലും ഇത് വളരെ നാണക്കേട്ട പരിപാടിയായി പോയി കേട്ടോ. നിങ്ങൾ അല്ലെങ്കിൽ കള്ളം പറഞ്ഞ് വോട്ട് മേടിച്ചിട്ട് ഇമാതിരിയുള്ള പോക്കൃത്തരം കാണിക്കല്. മാക്സിമം ഈ സുരേഷ് ഗോപിക്കായാലും ഈ മന്ത്രി രാജനായാലും മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കണം. കാരണം പോക്കൃത്തരം കാണിക്കുന്നത് ഇതിനകത്ത് എത്ര പാവങ്ങളെയായിരിക്കും ഈ രാഷ്ട്രീയക്കാർ പറ്റിക്കുന്നത്. വോട്ട് മേടിച്ചിട്ട് ഇമാതിരി പോക്കൃത്തരം കാണിക്കുന്നത് എത്ര പാവപ്പെട്ടവർ കാണും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. 2 പിള്ളേരുണ്ട്, അവർ പഠിക്കുവാണ്. ഈ ചേട്ടന് ലോട്ടറി കച്ചവടമാണ്. ഈ സുഖമില്ലാത്ത കാലം വെച്ചുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഈ ചേട്ടൻ ഈ കുടുംബം പോറ്റുന്നത്. ചേട്ടന് പോകാൻ പറ്റാത്തതുകൊണ്ട് ഈ ചേച്ചി വീട്ട് വേലയ്ക്ക് പോവാ. ചേട്ടാ പേരെന്തുവാ? സുരേഷ്. ഇത് ഏതാ സ്ഥലം? ഇത് തൃശ്ശൂർ ജില്ലയിൽ പട്ടിക്കാട് എന്ന് പറയുന്ന കമ്പനിപ്പടി. പട്ടിക്കാട് കമ്പനിപ്പടി. ഇത് പഞ്ചായത്ത് ഏതാ? പാണഞ്ചേരി പഞ്ചായത്ത്. പാണഞ്ചേരി പഞ്ചായത്ത് 22ാം വാർഡ്. എനിക്ക് ഒരു വാക്കേ പറയാനുള്ള, മന്ത്രി സുരേഷ് ഗോപിയോടായാലും രാജനോടായാലും എന്നെ പോലെ ഉള്ളവരോ ചതിക്കുന്നതിനാലും നല്ലത് കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാർ ചതിക്കുക പാടില്ല ഒരിക്കലും. ഞാൻ എന്നെ പോലെ 2 കൊച്ചുങ്ങളെ വളർത്തുന്നത് എത്ര പാടുപെട്ടാണെന്ന് എനിക്കറിയാം. ഈ സുരേഷ് ഗോപി സാറ് ഇലക്ഷൻ സമയത്ത് എന്റെ വീടിന്റെ അതിലേക്ക് വന്ന് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാറിന്റെ അടുത്ത് ഞാൻ വന്ന് കാല് പിടിച്ചപ്പോഴാണ് സാറ് പറഞ്ഞത്, ഞാൻ ജയിക്കുകയാണെങ്കിൽ എനിക്കൊരു വീട് ഉറപ്പാണ്. വീട് വെച്ച് തരാൻ പറഞ്ഞിട്ട് കുറെ വട്ടം മന്ത്രി രാജന്റെ അടുത്ത് പോയി. അതുമാതിരി സുരേഷ് ഗോപി വന്നപ്പോ ആളെ കാല് പിടിച്ച് സംസാരിച്ചു. അപ്പൊ ആള് പറഞ്ഞു, ജയിച്ചു കഴിഞ്ഞ് ഞാൻ കസാരയിൽ ഇരുന്ന് കഴിഞ്ഞ ചേട്ടന് ഉറപ്പാണ് ഞാൻ വീട് വെച്ച് തന്നിരിക്കുന്നു പറഞ്ഞു. പിയുടെ നമ്പർ തന്നു. അതിൽ 50 വട്ടം ഓരോ ദിവസം ഞങ്ങൾ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല.